ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന കടുക്കയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തൊലി ഒന്ന് പിളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചുടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുടുവെള്ളം മാറ്റി കളഞ്ഞിട്ട് നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ കക്കയിറച്ചി അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു പച്ചമുളകും. നമ്മൾ ക്ലീൻ ചെയ്ത് കടുക്കയാണ് കണ്ടത്. അപ്പോൾ അത്രയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ പച്ചമുളകും കറിവേപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമണം പോകുന്നവരെ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് വലിയുള്ളിയാണ്. വലിയുള്ളി ഒന്ന് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടാണ് നമ്മൾ അതിലേക്ക് പിന്നെ തക്കാളി ആഡ് ചെയ്യുന്നുള്ളൂ. തക്കാളി ആഡ് ചെയ്തിട്ടും സെയിമിലേക്ക് മൂടി വെക്കുക. മൂടി വെച്ചിട്ടൊന്ന് കുക്കായി വന്നിട്ട് പിന്നെയാണ് നമ്മൾ അതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എരിവിന് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കക്കയിറച്ചിയും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. പെട്ടെന്നാവേണ്ടവർക്ക് ഇത് കുക്കറിൽ അടിച്ചെടുക്കാവുന്നതാണ്. 2 വിസിൽ മാത്രം മതി. ഇതൊരു ഹാഫ് കുക്കായി വന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടുക്ക കുക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ് ഉണ്ടാകുന്നത്.